എന്താ ഉണ്ടാക്കുന്നത്? ഇന്നെന്താ പരിപാടി? അതെ, ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണത് സാധനം? അത് ചിക്കൻ എഗ് ബോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എഗ് ചിക്കൻ ബോൾ എന്നും വിളിക്കാം. രണ്ടും ഒരേപോലെ അളവിലുണ്ടായിട്ടുള്ള ഒരു സാധനം. രണ്ടും മെയിനാണ് ഇതിൽ. ആയിക്കോട്ടെ, എന്നാ തുടങ്ങല്ലേ. അപ്പോൾ ഇതിന് 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതൊന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ല, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ? പിന്നെ ടേസ്റ്റ് ഉണ്ടാവാതെ, കോഴിമുട്ടയും ചിക്കനൊക്കെ വന്ന പിന്നെ ടേസ്റ്റ് ഉണ്ടാവാതെ നിൽക്കുമോ? ചിക്കനിട്ട് എന്തായിട്ട് ഉണ്ടാക്കിയാലും അത് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്നാ തുടങ്ങാം. ജി പറഞ്ഞത് 3 കോഴിമുട്ട എടുക്കാനാണ് പറഞ്ഞത്. പിന്നെ വേറെ എന്തൊക്കെയാ എടുക്കേണ്ടത്? ഒന്ന് വേഗം പറയും. എന്തിനാ വേഗം പറഞ്ഞിട്ട്? ഇത് വഴിക്ക് കണ്ടാ പോരെ? എന്നാലൊന്ന് പറഞ്ഞോടോ. വേണ്ട, ഇങ്ങനെ കാണുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഞാൻ മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് കുക്കറിലിരുന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതിനെ എള്ളിന്ന് വെട്ടിച്ച് ഇങ്ങനെ പിച്ചി ഇങ്ങനെ എടുക്കുക. ആ ചിക്കനിൽ എന്തെങ്കിലും കൂട്ടണോ ആദ്യം കുക്കറിലിടുമ്പോൾ? അതല്ലേ പറഞ്ഞത്, മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെന്നുള്ളത്. വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചിട്ട് ഇതാ ചിക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. ഞാൻ നിങ്ങൾ അന്ന് കറി വെക്കാൻ കുറച്ച് ചിക്കൻ വാങ്ങിയല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 പീസ് നല്ല എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാണ്ട്. ചിക്കൻ കുറഞ്ഞു പോയതല്ലേ? ഓ, അല്ലെങ്കിൽ നിങ്ങൾ 4 പീസ് കിട്ടിയിട്ട് കഴിഞ്ഞല്ലോ നിങ്ങൾക്ക്. അത് അതുകൊണ്ട് എന്തായി, ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കാനായില്ലേ? അത് വേണ്ട, കൊറേ തിന്നാ രസം ഉണ്ടാവില്ല. അപ്പൊ ഇതാ ഇവിടെ നമ്മള് ഇത് ഉരുളക്കിഴങ്ങാണ്. ആദ്യം ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി, പച്ചമുളക്, ചിക്കൻ പൊടിച്ചതും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ കോഴിമുട്ട ചിക്കി ഇതാക്കി വെച്ചില്ലേ, ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് മാത്രല്ല, ഇനി ഇതിന്റെ കൂടെ കുറച്ച് പൊടികൾ കൂടെ ചേർക്കാനുണ്ട്. ഉപ്പല്ലേ, പിന്നെ ഇതിന് പഞ്ചസാര ഇടുന്ന, ഉപ്പിട്ട് വേവിച്ച സാധനം. എന്നാ പിന്നെ നിങ്ങൾ കഴിക്കലുണ്ടാവില്ല, ആരും കഴിക്കലുണ്ടാവില്ല. പൊടി, എന്ത് പൊടിയപ്പോ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. അത് ശരി. എന്നിട്ട് മുളക് പൊടി ഇട്ടില്ലേ? അത് ഒരു എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടാണ്. എന്താ വെച്ചാൽ നമ്മള് ഉരുളക്കിഴങ്ങിലും ചിക്കനിലും മാത്രമേ ഉള്ളൂ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇല്ല എന്തായാലും ചിക്കനല്ലേ, ഞാൻ വലിച്ചെറിയില്ല. അപ്പൊ ഉള്ളിയിലേക്ക് ഒക്കെ വേണ്ട കുറച്ച് പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അത് സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചാൽ ശരിയാവില്ല. ഇത് നമ്മള് കൈ തന്നെ വേണം. കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനം കൂടെ ഇതിലേക്ക് ചേരാനുണ്ട്. കൈയൊക്കെ കഴുകിക്കുന്നു, വേണേ തിന്നാ മതി. വെള്ളമൊന്നും ചേർക്കണ്ട. അത് എന്താ ഇങ്ങനെ നിക്കുന്നത്? പിന്നെ വെള്ളമൊന്നും ചേർക്കൊന്നും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ കുഴക്കുക. എല്ലാം ഈർപ്പൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഉരുളകളാക്കുക. അപ്പൊ വെള്ളം ഇല്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? തീർച്ചയായിട്ടും അടുക്കളയിലൊക്കെ ഒന്ന് കയറണോ, അപ്പൊ അറിയാം. ഈ ഉരുളക്കിഴങ്ങും കോഴിമുട്ടയും കൂടെ വരുമ്പോ അത് നമുക്ക് നല്ല ഉരുട്ടി ഷേപ്പ് ആക്കാൻ പറ്റും. അതാ കണ്ടില്ല, ഇപ്പൊ നല്ല ബോൾ പോലെ. അതാണ് നമ്മള് ബോൾ എന്ന് പറഞ്ഞത്. അപ്പൊ എഗ് ചിക്കൻ ബോൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി മാറ്റി വെക്കുക ആദ്യം. പിന്നെ 4 മേലല്ലേ, ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവെന്നൊക്കെ പറഞ്ഞ പൊരിഞ്ഞ കച്ചറി. നമ്മുടെ എല്ലാത്തിനും സമം വേണം. ഇവിടെ ബോളാക്കിയുണ്ട്. ഇനി ബാറ്റ് വേണോ? ബാറ്റ് വേണ്ട. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. മിക്സിയിലിട്ട്. പിന്നെ 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അതൊക്കെ കാണാ. ഇനി പാൻ ചൂടാക്കിട്ട് ചെലവാണല്ലോ 2 കോഴിമുട്ട ചിക്കൻ, വീണ്ടും കോഴിമുട്ട. നിങ്ങൾക്ക് തിന്നണോ? എന്നാ മിണ്ടാണ്ട് ഇരുന്നോളി. ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ. തിന്നണില്ലേ? ഇടയ്ക്കൊക്കെ അങ്ങനെ തിന്നണ്ടേ? അപ്പൊ പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ചൂടാവണ സമയം കൊണ്ട് നമുക്ക് ഇത് ബോൾ ഇതാ കോഴിമുട്ടയിൽ മുക്കിയിട്ട്, ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇത് അതിലേക്ക് അങ്ങോട്ട് ഇടുക. ഓരോന്നായിട്ട് ഇടാ. ഞാൻ ആദ്യമായിട്ട് കാണിട്ട് സംഭവം. അടുക്കള കയറണം എന്ന് പറഞ്ഞതാണ്. കുറ്റി മാറ്റിയാൽ മാത്രം പോരാ, ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. ഒന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ. പിന്നെ
പിന്നെ ചൂടായിട്ട് അതിലേക്ക് ഇതിട്ട് എത്ര നേരം വെക്കേണ്ടി വരും ഇപ്പൊ ഇത്? അത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെച്ചാൽ ഒന്ന് അപ്പുറത്തെ സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഇങ്ങനെ തിരിച്ച് ഇട്ടിട്ട് അല്ലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ബ്രൗൺ കളർ ആവുന്നത് വരെ. ഉള്ളു വേവ് അത് കുറച്ച് ഉള്ളി വേവാനൊന്നും ഇല്ല, അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെന്ത സാധനങ്ങളാ. ഉള്ളി മാത്രമേ ഉള്ളൂ, ആ ചൂടിൽ അങ്ങോട്ട് ആയാൽ മതി. ടോയ്ലറ്റിൽ പോയി ഇരുന്നാ മതി. ഇപ്പം പറഞ്ഞൊരു പോക്കോ വെന്തില്ലെങ്കിൽ വെന്തോട്ടോ. ചിക്കനൊക്കെ വെന്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഈ ചിക്കൻ വെന്ത സാധനമാണ്, ഉരുളക്കിഴങ്ങും വെന്ത സാധനമാണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളോട്, വേവിച്ച സാധനങ്ങളാണ് ഇതിൽ ചേർത്തത്. അങ്ങനെ ആലോചിച്ചില്ല. ഇനി ഈ ചൂടിൽ, ഈ വെളിച്ചെണ്ണന്റെ ചൂടില് അതൊന്ന് ഒരു ഇതായി ചൂടായി കിട്ടിയാൽ പോലെ ആയല്ലോ. പിന്നെ ബോളിൽ നിന്ന് ഉണ്ണിയപ്പം പറഞ്ഞ ബോള് പോലെ തന്നെയല്ലേ ഉള്ളത്. കളറൊക്കെ കണ്ടപ്പോഴേ അത് ശരി. ഇപ്പൊ എത്ര ആയി സ്ഥാനത്ത് ഒരു ട്രിപ്പ് എത്ര പോവും? ഇപ്പത് 2, 3, 4, 5, 6, 7, 8, 9, 10 നല്ല 12 ഒക്കെ പോകും. ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. വേണ്ട, ആയിട്ട് തിന്ന വായ പൊള്ളി ചിന്ന പറയാനല്ലേ. അല്ല നോക്കട്ടോ ഒന്ന്, എന്നാലും ഒരു അതില്ല ഫസ്റ്റ് ഒരു ആകാംക്ഷ അല്ലേ ഒന്ന് തിന്നണോ. പിന്നെ തിന്നോളി, എടുത്തു നോക്കി നിർത്തോണ്ടെന്നാല്. എന്നാ വേണ്ട, ഇജ്ജ് പറഞ്ഞതല്ല ലാസ്റ്റ് കഴിക്കാനാല്. എത്ര പരിഷ്കാരങ്ങളല്ലേ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഉണ്ടായത്. പണ്ടൊക്കെ വീട്ടിലെ അമ്മമാർ ഈ നെയ്യപ്പവും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടേക്ക് അടുപ്പിക്കുകയാണ് ഞങ്ങളെ. അവർ പറയാം പൊയ്ക്കൊള്ളി പുറത്തേക്ക് പോയിക്കൊള്ളി, നിങ്ങൾ കണ്ടത് കേടായി പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ നോക്കിക്കുക അതിൻ്റെ മുകളിൽ ഉണയിച്ചിട്ട് കാലം പോയ പോക്കെ. അപ്പൊ നമ്മളെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കാല്ലേ നമുക്ക്. എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നേനി. അമ്മ പറയൂ ഇങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാവുകൊണ്ടാണ് അത് അങ്ങനെ ആയി പോയത്. കേടായി അപ്പൊ ഇതാ മക്കൾക്ക് ആദ്യം കൊടുത്ത് ഞങ്ങള് കഴിച്ചു നോക്കിന്നാല് നോക്കട്ടെ. ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ സംഭവം. ഓക്കെ, അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണേ ഉണ്ടാ ഉണ്ടയോ? ഉണ്ടല്ല, ഇത് ബോളാണ്. ആ ഓക്കെ, ബോള്. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്ക്, കമന്റും ചെയ്യണം. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നാലേ. അവിടെ ഒക്കെ സത്യം പറയും ഇപ്പൊ എത്രാമത്തേത് കഴിക്കുന്നത്? ഇപ്പൊ 2ാമത്തെ. പിന്നെ ഞാനൊന്ന് കഴിച്ചോട്ടെ പറഞ്ഞിട്ട് ഭയങ്കര ഒപ്പിക്കലട്ടെ. ഉണ്ടാക്കിയപ്പോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണ്ട ആദ്യോ. ഞാനൊന്ന് ചോദിച്ചപ്പോ ഭയങ്കര ഡിമാൻഡ് ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ തന്നെ ഞാനൊന്ന് കഴിച്ചു. നന്നായി, അത് ഇങ്ങനെ തന്നെ വേണം ഭാര്യമാര്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലെ കോഴിമുട്ടയും ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ കൂടെ കടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഇനിയിപ്പോ അടുത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. സംഭവം അടിപൊളിയാണ്. നമ്മളെ ഭാര്യ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ, സംഭവം അടിപൊളിയാണ്. ശ്രമിച്ചു നോക്കട്ടോ. ഇല്ലെങ്കിൽ നാളെ ഫുഡ് കിട്ടൂല നിങ്ങൾക്ക്. അതാണ് കേട്ടോ. അടക്കിയ പോവാനാവട്ടെ. നിങ്ങളിപ്പോ നേരത്തെ എന്താ പറഞ്ഞ ഭാര്യമാരോ? നിങ്ങൾക്ക് എത്ര ഭാര്യ ഉണ്ട്? അല്ലടോ, ഞാൻ അറിയാതെ പറഞ്ഞതാട്ടോ. ഇനി അതിന് മുകളിൽ പിടിക്കല്ലേ. ഭാര്യ പോരെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, സീ യു.